ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു വെണ്ടക്കത്തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളി വെണ്ടക്കത്തോരനാണ്. കാരണം എന്തെന്ന് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. അതിനു വേണ്ടി ഞാനൊരു 5 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. നല്ല നാടൻ വെണ്ടയ്ക്കയാണ്. അത് കഴുകി ഉണക്കി വെള്ളമെല്ലാം കളഞ്ഞിട്ട് വെച്ചതാണ്. ഇനി അതിലേക്ക് ആവശ്യമായ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക അരിയാം. വെണ്ടയ്ക്ക നേർങ്ങനെ അരിഞ്ഞെടുക്കണേ. കുറച്ച് കട്ടി കൂടിയാൽ വെന്ത് വരാൻ വിഷമമാണ്. അതുകൊണ്ട് നേർങ്ങനെ അരിഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത വെണ്ട നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാല ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും. കുരുമുളക് പൊടി ചെറിയൊരു എരിവിന് വേണ്ടിയും കൂടിയാണ് ഇടുന്നത്. പച്ചമുളക് അതുകൊണ്ട് തന്നെ 2 എണ്ണയും എടുത്തിട്ടില്ല. പാകത്തിന് ഉപ്പും എടുത്ത് നല്ലവണ്ണം മിക്സാക്കി എടുക്കണം. നല്ലവണ്ണം കുഴച്ച് വെക്കണം. അതിൽ ഉപ്പിൻ്റെ അതിലെല്ലാം എന്തെങ്കിലും നല്ലവണ്ണം പിടിച്ചാൽ മാത്രമേ നമുക്കിത് ചട്ടിയിൽ പറ്റാതെ എടുക്കാൻ പറ്റൂ. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ കുറച്ചധികം എടുക്കണം. അതിലാണ് വെന്ത് വരേണ്ടത്. കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്കുള്ള ഉള്ളിയിടാം. ഉള്ളി നല്ലവണ്ണം വാടിയതിന് ശേഷം മാത്രം മറ്റ് ചേരുവകൾ ഇടാൻ പാടുള്ളൂ. കുറച്ച് വാടിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് ഒന്നും കൂടി വാട്ടിയെടുക്കാം. ഇനി അരിഞ്ഞു വെച്ച് നമ്മൾ പച്ചമുളക് ഉണ്ടല്ലോ, അരിഞ്ഞു വെച്ച പച്ചമുളകും കറിവേപ്പിലും കൂടിയിട്ട് നമുക്കൊന്നും കൂടി വാട്ടാം. നല്ല മൂക്ക് വാട്ടണം. നല്ലവണ്ണം മൂത്ത് വരുന്നതെന്ന് കാണുമ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. അത് ചേർത്തിട്ട് നല്ലവണ്ണം നല്ല മൂക്കെ ഒന്നും കൂടി വറുത്തെടുക്കുക. അല്പം ഉലുവപ്പൊടിയും കൂടി ചേർക്കുന്നത് നല്ലതാണ്. പക്ഷെ ഞാൻ ചേർക്കില്ല. കാരണം നമ്മൾക്ക് ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ബാലൻസ് കിട്ടാൻ വേണ്ടി ഒരു നുള്ള് കല്ലുപ്പും കൂടി നമ്മൾ നേരത്തെ ഉപ്പിട്ടതാണ്. അത് നോക്കി മാത്രമേ ഇടാൻ പാടുള്ളൂ. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച വെണ്ട അതിലേക്ക് ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുക. കുറച്ച് സമയം കൈ ഇളക്കാതെ വാട്ടണം. കാരണം വെച്ചാൽ ഇത് ചിലപ്പം ചട്ടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു പശ പോലത്തെ സാധനമാണ് വെണ്ടക്ക. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മുളക് പൊടി ചീനച്ചട്ടിയിലിടുന്നത്. നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് വാട്ടിയെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ചട്ടിക്ക് പറ്റൂല. വെണ്ടക്ക വാക്കുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെണ്ടയ്ക്കല്ല, നമ്മൾ പലതും ഇങ്ങനെയുള്ള സാധനങ്ങൾ വറക്കുമ്പോൾ ചട്ടിക്ക് പറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉള്ളിയിൽ തന്നെ മുളക് പൊടി ഇടുന്നത് നല്ലതാണ്. ഇനി അതിന് പാകത്തിനുള്ള തേങ്ങയും അതിലേക്ക് ചേർക്കാം. തേങ്ങ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടമുള്ളവർ തേങ്ങ ഇടുക, അല്ലാത്തവർ ഇടണമെന്നില്ല. തേങ്ങ ഇടാണ്ടും വാട്ടിയെടുക്കാം. വെണ്ടയ്ക്ക ഏകദേശം വെന്ത് വരുന്നുണ്ട്. ചട്ടിയിലൊന്നും പറ്റുന്നില്ല. നല്ല തരിതരിയായി വീഴുന്നുണ്ട്. പലരും പറയാറുണ്ട് വെണ്ടക്ക വറുത്ത കുഴഞ്ഞ് കിടക്കുമെന്ന്. കുഴഞ്ഞ് കിടക്കുന്ന ഇങ്ങനെ പറ്റി കിടക്കുന്ന പറയൽ. അതുകൊണ്ട് എൻ്റെ വെണ്ട വറുത്തത് അങ്ങനെ പറ്റുന്നൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയുമായി ബൈ.